വഴിയോരങ്ങളിൽ ബിരിയാണി വിറ്റ് ഉപജീവനം നടത്തുന്ന വൃദ്ധയിൽ നിന്നും പണം തട്ടി യുവാവ്. തവനൂർ കൂരട സ്വദേശിയായ ജമീലയുടെ പണമാണ് ഭൂമി രജിസ്ട്രേഷന്റെ പേരിൽ യുവാവ് തട്ടിയെടുത്തത്. കുറ്റിപ്പുറം ചെമ്പിക്കൽ ഭാഗത്ത് ബിരിയാണി വിൽപ്പന നടത്തുന്ന ജമീലയുടെ പണമാണ് യുവാവ് തട്ടിയെടുത്തത്. തിരൂർ പടിഞ്ഞാറക്കര സ്വദേശിയെന്ന് പരിചയപ്പെടുത്തിയ അക്ബർ എന്ന യുവാവാണ് ഭൂമി രജിസ്ട്രേഷന്റെ പേര് പറഞ്ഞ് പണം കൈക്കലാക്കിയത്. വ്ളോഗറാണെന്നും ഉമ്മയുടെ ബിരിയാണിയെക്കുറിച്ച് യൂട്യൂബിൽ വ്ളോഗ് ചെയ്യാമെന്നും പറഞ്ഞാണ് ഇയാൾ അടുത്തു കൂടിയത്. ജമീലയുടെ അവസ്ഥ ചോദിച്ചറിഞ്ഞ ശേഷമായിരുന്നു തട്ടിപ്പിന്റെ ആരംഭം. തിരൂർ സ്വദേശിയായ ഒരു ഹാജി വീട് വയ്ക്കാൻ ഭൂമി സൗജന്യമായി നൽകുന്നുണ്ടെന്നും അതിൻ്റെ രജിസ്ട്രേഷനായി ചെറിയൊരു സംഖ്യ വേണമെന്നും വിശ്വസിപ്പിച്ചാണ് ഇയാൾ ജമീലയിൽ നിന്നും തുക വാങ്ങിയത്. 2 കൈക്കലോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ മോളെ വരുന്ന കാലിൻ്റെ മുട്ടിന് കേടാണ്, കണ്ണിന് തിമരാണ്. ആരോടും നമ്മളൊരു 10 ഉറുപ്പ്യക്ക് കൈ നീട്ടണ്ടല്ലോ വെച്ചിട്ട് വയ്ക്കണ കാലം വരെ നമ്മൾ ജീവിക്കാച്ചിട്ടാണ്. വാടക കൊടുക്കണം, 3100 വാടക കൊടുക്കണം. എല്ലാ മുതലും പൈസ കൊടുത്ത് വാങ്ങണം. അതിനൊരാൾ തരാറില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് മെച്ചപ്പെടുത്തേക്കും ചെയ്യുക. അപ്പം നോക്കുമ്പോൾ തീരെ കച്ചവടം ഉണ്ടാകാൻ 10 പൊതി കൊണ്ടായ 4 പൊതി 5 പൊതി ബാക്കി മടക്കി കൊടുക്കും, ആൾക്കാർക്ക് കൊടുക്കും. ഇട്ടക്കാൻ പറ്റില്ല, ചോറല്ലേ. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ വയ്യാതായിട്ട് 10-20 ദിവസം നിർത്തിയിരുന്നു. ഇപ്പം തുടങ്ങിയിട്ട് 2 ഘട്ടങ്ങളിലായി 4800 രൂപ കുറ്റിപ്പുറത്ത് വെച്ച് ജമീലയിൽ നിന്നും യുവാവ് കൈപ്പറ്റി. വീണ്ടും പൈസ ആവശ്യപ്പെട്ട് ഇയാൾ ജമീലയെയും അവരുടെ മക്കളെയും നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നു. ഇതോടെ ഉമ്മയുടെ ചികിത്സയ്ക്കായും വീട്ടുവാടക നൽകാനുമായി വെച്ചിരുന്ന 3000 രൂപ ഗൂഗിൾ പേ വഴിയും നൽകി. വീണ്ടും പണം ആവശ്യപ്പെട്ടെങ്കിലും പ്രയാസത്തിലാണെന്ന് കുടുംബം അറിയിച്ചു. പിന്നീട് സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെട്ടായി യുവാവിൻ്റെ ഫോൺ വിളി. ഒടുവിൽ യുവാവിൻ്റെ ഇടപെടലിലും സംസാരത്തിലും പന്തികേട് തോന്നിയ ജമീലയുടെ മകൾ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് മനസ്സിലായത്. ഇതോടെ ഇവർ കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്നാൽ മാസം 1 കഴിഞ്ഞിട്ടും വൃദ്ധയായ ജമീലയുടെയും മകളുടെയും പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ലെന്നും ഇവർ പറയുന്നു. വിവിധ രോഗങ്ങൾ കൊണ്ട് വലയുന്ന ജമീല ഉപജീവനമാർഗമായി 1 മാസം മുൻപാണ് റോഡരികിൽ ബിരിയാണി വിൽപ്പന ആരംഭിച്ചത്. 8 മക്കളിൽ 6 ആൺമക്കളുള്ള ഇവർ ഇന്ന് കഷ്ടപ്പാടുകൾക്ക് നടുവിലാണ്. ഇളയ മകളാണ് ജമീലയ്ക്ക് ഏക ആശ്രയമായി ഉള്ളത്. ന്യൂസ് ബ്യൂറോ, തിരൂർ. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.